ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാലോ, ഓൾറെഡി പുതിയ പവർ ടീം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നമ്മുടെ ജിൻഡോയും റസ്മിനുമാണ്. ഈ പ്രാവശ്യം ആകെ 2 പേരെ പവർ ടീമിലുള്ളൂ. ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്തു, അംഗബലത്തിലല്ല അധികാരത്തിലാണ് കാര്യമെന്നും. അങ്ങനെ ബിഗ് ബോസിൻ്റെ അനുമതിയോടും കൂടി പുതിയ പവർ ടീമായ ജിൻഡോയും റസ്മിനും ചാർജ് എടുത്തിരിക്കുകയാണ്. സിജോ ആണ് അവരെ പഴയ പവർ ടീമിൻ്റെ കയ്യിൽ നിന്ന് ബാഡ്ജ് വാങ്ങി സിജോ അവരെ പുതിയ ബാഡ്ജ് അണിയിപ്പിച്ച് പവർ ടീമിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. പിന്നെ നമുക്കറിയാലോ, ഓൾറെഡി ജിൻഡോ ജയിച്ച സമയത്ത് ജിൻഡോ ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആദ്യത്തെ പവർ ടീമിനെ ഇങ്ങനെ പൂക്കളും ഇതെല്ലാം ഇട്ട് ആനയിച്ചതുപോലെ എന്നെയും അങ്ങനെ ചെയ്യണം. എൻ്റെ അമ്മ കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷിക്കും. എല്ലാവരും എന്നെ മണ്ടെന്ന് വിളിച്ചാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഇങ്ങനെ പൂവും ഇതെല്ലാം ഇട്ട് ഇങ്ങനെ എന്നെ ആനയിച്ച് പവർ റൂമിലേക്ക് കൊണ്ടുപോകണമെന്ന്. അപ്പോൾ ബിഗ് ബോസ് ജിൻഡോയുടെ ആഗ്രഹം നിറവേറ്റിയിരിക്കുകയാണ്. ജിൻഡോ ആവശ്യപ്പെട്ടതുപോലെ തന്നെ പവർ റൂമിലേക്ക് അവരെ പൂവും പാട്ടും ഒക്കെ ആയിട്ടാണ് മറ്റു ടീം അംഗങ്ങൾ അവരെ എതിരേറ്റത്. പിന്നെ പവർ റൂം വന്നതിന് ശേഷം ക്യാപ്റ്റനായിരുന്നു ഓരോ ടീമിലേക്കും ആളുകളെ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നിലവിലെ ക്യാപ്റ്റനായ അപ്സര നെക്സ്റ്റ് ടീമിലേക്ക് മാറിയിരിക്കുകയാണ്. പിന്നെ ഇപ്പോഴുള്ള പവർ ടീം, അതായത് യമുന, ശ്രീരേഖ, ജാൻമണി, ഗബ്രി, ജാസ്മിൻ, ഇവർ ഫ്ലോർ ടീമിലെ ടണൽ ടീമിലേക്കാണ് മാറിയിരിക്കുന്നത്. അവരാണ് ഫ്ലോർ ഫുള്ളും ക്ലീൻ ചെയ്യേണ്ട ആൾക്കാർ. പിന്നെ ഓൾറെഡി ഫുഡിൻ്റെ പേരിൽ രാവിലെ ഒരു അടി നടന്നിരുന്നു. പഴയ ഫുഡ് ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞ് ചൂടാക്കി കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ സിജ അവിടെ ഒരു നല്ലൊരു ഗെയിം കളിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ പ്രശ്നം ഉണ്ടാക്കിയത് റോക്കിയാണ്. അപ്പോൾ റോക്കിയെയാണ് കിച്ചൺ ടീമിൽ ഇട്ടിരിക്കുന്നത്. റോക്കി, അൻസിബ, അർജുൻ, ഋഷി, ഇവർ 4 പേരുമാണ് കിച്ചൺ ടീമിലെ വെസൽ ടീമും കിച്ചൺ ടീമും ഒരുമിച്ച് ചേർന്നിട്ടുള്ള ടീം. അങ്ങനെയാണ്. പിന്നെ ബാത്റൂം ടീം വരുന്നത് ശ്രീതു, ശരണ്യ, നോറ എന്നിവരാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ പ്രാവശ്യത്തെ ഈ ഒരാഴ്ചത്തെ ടീം ഡിവിഷൻ വന്നിരിക്കുന്നത്. അങ്ങനെ അപ്പോൾ പുതിയ പവർ ടീം എങ്ങനെയൊക്കെയാണ് അധികാരം ഏറ്റെടുത്തതെന്ന് നോക്കാം, കൈകാര്യം ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ 2 പേരേ ഉള്ളെങ്കിൽ പവർഫുൾ ആയിരിക്കണം എന്നാണ് എല്ലാവരും പറഞ്ഞത്. പിന്നെ ഇവിടെ പവർ ടീം കുറച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു, അവരുടെ റൂൾസ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വരുന്ന സമയത്ത് ഫുഡ് റെഡി ആയി കഴിയുമ്പോൾ അവിടെ ബെല്ലടിക്കും. ഈ പവർ ടീമിലുള്ള ജിൻഡോയും റസ്മിനും ആണ് എല്ലാവർക്കും ഫുഡ് വിളമ്പി കൊടുക്കുക. അത് എന്താണ് അങ്ങനെ ഒരു തീരുമാനം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, കുറച്ച് പേര് ആദ്യം വരുന്നവർ കുറച്ചധികം ഫുഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഫുഡ് തികയുന്നില്ല. അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പിന്നെ അവിടെ ശരണി പറഞ്ഞിരുന്നു, ബാത്റൂമിൽ പോകുന്നവർ സ്വന്തം മുടി വാഷ് ചെയ്ത് കഴിയുമ്പോൾ മുടിയൊക്കെ എടുത്ത് കളയണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അപ്പോൾ ജിൻഡോ ഓൾറെഡി പറഞ്ഞു, ആരാണ് ബാത്റൂം ക്ലീനിങ്ങിന്റെ ടീം അവരാണ് അത് ക്ലീൻ ചെയ്യേണ്ടത്, സ്വന്തമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ വെസലിന്റെ കാര്യത്തിൽ വന്നപ്പോൾ സ്വയം കഴിക്കുന്ന പ്ലേറ്റും ഗ്ലാസും അവനവൻ തന്നെ കഴുകി വെക്കണം എന്ന് പറഞ്ഞു. പിന്നെ പവർ ടീമിൽ അവർ സംസാരിക്കുമ്പോൾ ആരും സംസാരിക്കാൻ പാടില്ല. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷയുണ്ടാകും. അപ്പോൾ ഒന്നാമത് ഒരു ശിക്ഷ കൊടുക്കും, അതനുസരിച്ചില്ലെങ്കിൽ രണ്ടാമത് അതിൽ കൂടി ശിക്ഷ കൊടുക്കും. പിന്നെ ശിക്ഷയുടെ കാഠിന്യം കൂടിക്കൊണ്ടിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബിഗ് ബോസിന് എന്തായാലും ഇവരുടെ തീരുമാനങ്ങളൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടീം ആയിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരും ആഴ്ചയിൽ എങ്ങനെയാണ് ജിൻഡോയും റസ്മിനും ഈ പവർ എന്ന ഈ ഒരു അധികാരത്തെ എങ്ങനെയാണ് അവർ വിനിയോഗിക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയാം.